തനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്, റവ ലഡു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും കുഴപ്പമില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് വെള്ളമാണ് ആവശ്യം. അപ്പോൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും പിന്നെ 1 ഏലക്ക ചതച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നമ്മുടെ ലഡുവിന് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ഗോൾഡൻ കളറിലേക്ക് മാറും നമ്മുടെ ഷുഗർ സിറപ്പ്. ഇനി അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിൽ തന്നെ ഒന്ന് ചൂടാകുമ്പോഴേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പ് റവ അതിലേക്ക് ഇട്ട് കൊടുക്കുക. റവ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം, ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരു 2 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. തീ ഒരിക്കലും കൂട്ടി വെക്കരുത്. ചെറിയ തീയിലിട്ടിട്ട് വേണം റവ വറുത്തെടുക്കാനായിട്ട്. തീ കൂട്ടി വെച്ചാൽ നമ്മുടെ റവ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. റവ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കണം. ഷുഗർ സിറപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ആ ഏലയ്ക്ക അതിൽ നിന്ന് എടുത്ത് കളയുക. ഇനി ഇതൊരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്ക് ഈ റവയിലേക്ക് ആ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. പാത്രത്തിൽ നിന്ന് ഈ റവ വിട്ട് വരുന്ന ഒരു സ്റ്റേജ് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. തീ വളരെ കുറച്ച് വേണം വെക്കാനായിട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ റവ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ആ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ടൊന്ന് നോക്കിയാൽ മാത്രം മതി. നിങ്ങൾ 1 കപ്പ് റവയാണ് എടുക്കണമെങ്കിൽ 1.5 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. വെള്ളം ഒരിക്കലും കൂടി പോകരുത്, അതുപോലെ കുറഞ്ഞു പോകാനും പാടില്ല. അത് കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും. അപ്പോൾ ഇതുപോലെ പാത്രത്തിൽ നിന്നൊന്ന് വിട്ട് വരുന്ന ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തന്നെ ഇത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. കാര്യം പാത്രത്തിൽ ചൂടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനുശേഷം ഒന്ന് പാത്രം അടച്ച് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക പാത്രം. അപ്പോഴേക്കും ഇതിൻ്റെ ചൂടെല്ലാം മാറിയിട്ട് ഇതൊന്ന് കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ടാവും. പാത്രം അടച്ച് വെച്ച് ഒരു 5-10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കശുവണ്ടി പരിപ്പാണ് ചേർത്തത്. നിങ്ങളുടെ കയ്യിൽ അതില്ല എങ്കിൽ ബദാമ ഉള്ളതെങ്കിൽ ബദാമ ചേർത്ത് കൊടുക്കാം. ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും നട്ട്സ് ഇട്ടാൽ കുറച്ചുകൂടി ഒന്ന് നന്നായിട്ടുണ്ടാവും നമ്മുടെ ലഡു. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നട്ട്സ് ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റ് പരുവത്തിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് കൈകൊണ്ട് ഇതുപോലെ ഓരോ ബോൾസായിട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ കയ്യിലേക്ക് കുറച്ച് നെയ്യൊന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ലഡുവിൻ്റെ ഷേപ്പിലേക്ക് ആ ഒരു അളവിലേക്ക് ഉരുട്ടി ഇങ്ങനെ ബോൾസായിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉണക്കമുന്തിരി വെച്ച് കൊടുക്കുന്നുണ്ട്. കറുത്ത മുന്തിരിയാണ് വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളത് അത് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കറുത്ത മുന്തിരി വെച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ ഈസിയാണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ വളരെ നല്ലതാണ്. ഒരു 4 മണി പലഹാരമായിട്ടും സ്വീറ്റ് ആക്കിയിട്ടൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. എങ്കിലും ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.